വ്യാപാര വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ഏറ്റുമാനൂരിൽ ആവേശോജ്വല സ്വീകരണം നൽകി. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ ജാഥയ്ക്ക് വൻ വരവേൽപ്പ് നൽകി. തുടർന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ സമ്മേളന വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെയും കുംഭകുടത്തിന്റെയും ഗരുഡൻ പറവുകളുടെയും അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചാനയിച്ചത്. നോട്ട് നിരോധനവും GSTയും വിവിധ തരത്തിലുള്ള സർക്കാർ നടപടികൾ മൂലവും പ്രതിസന്ധികളിൽപ്പെട്ട വ്യാപാര വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു ജാഥ ക്യാപ്റ്റനായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടക്കുന്നത്. ഏറ്റുമാനൂരിലെത്തിയ വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ES ബിജുവിനെ സെൻട്രൽ ജംഗ്ഷനിൽ സ്വാഗത സംഘം ചെയർമാൻ ബാബു ജോർജ് പൂമാല അണിയിച്ച് സ്വീകരിച്ചു. ശേഷം ചെണ്ടമേളത്തിന്റെയും ഗരുഡൻ തൂക്കത്തിന്റെയും കുംഭകുടത്തിന്റെയും മുത്തുകുടകളുടെയും നൂറുകണക്കിന് വ്യാപാരി പ്രതിനിധികളുടെയും അകമ്പടിയോടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ സ്വീകരണ സമ്മേളന വേദിയിലേക്ക് ജാഥയെ വരവേറ്റു. വിവിധ സംഘടന പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു. സ്വീകരണ യോഗത്തിൽ ബാബു ജോർജ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ ES ബിജു ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. അഭൂതപൂർവമായിട്ടുള്ള ജനകീയ പിന്തുണ ഈ ജാഥയോടൊപ്പം ഉണ്ടാവുകയാണ്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് പല കേന്ദ്രങ്ങളിലും വരുന്നത്. ഈ ജാഥയിൽ ഉന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യം കേവലം വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല, ചെറുകിട വ്യവസായികളുടെ മാത്രം പ്രശ്നമല്ല. വിലക്കയറ്റം തടയണമെന്ന ആവശ്യം ഈ നാടിന്റെ പ്രശ്നമാണ്. GDPയുടെ വളർച്ചാ നിരക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, GDPയുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ, GSTയുടെ ഘടനാ സ്വഭാവത്തിൽ അടിക്കടി GST കൗൺസിൽ വരുത്തുന്ന നയപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം രൂക്ഷമാകാൻ ഇടയാകുന്ന സാഹചര്യങ്ങളാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ജാഥയിൽ ഞങ്ങൾ പറയുന്നത്, പ്രത്യക്ഷ വിദേശ നിക്ഷേപം സ്വീകരിച്ച് വൻകിട കുത്തകകൾക്ക് നമ്മുടെ മാർക്കറ്റുകളെ, അങ്ങാടികളെ കീഴടക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. സമിതി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ സലീം, അന്നമ്മ രാജു, സമിതി ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയേൽ, സെക്രട്ടറി ജോജി ജോസഫ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KN വേണുഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് V ജയപ്രകാശ്, MS സാനു എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി MK സുഗതൻ സ്വാഗതവും ട്രഷറർ PG സന്തോഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ജാഥ 25 വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. ഫെബ്രുവരി 13 പാർലമെന്റ് മാർച്ച്. I4A ന്യൂസ്, ഏറ്റുമാനൂർ.